ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 നവംബർ മാസഫലം കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്തരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം, അതുപോലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽപ്പെടുന്നവർക്ക് നവംബർ മാസം എങ്ങനെയാകും. അപ്പം നമുക്ക് നവംബർ മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ആദ്യം ഈ കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പം കന്നിക്കൂറ് കന്നിലഗ്നം, എൻ്റെ രാശിയുടെ അധിപൻ ബുധനാണ്. ആ ബുധൻ 3 സഞ്ചരിക്കുന്ന സമയമാണ്. 10 മുതൽ ആ ബുധൻ 3 വക്രസ്ഥിതിയിൽ വരുന്നുണ്ട്. വക്രത്തിൽ വന്ന് നവംബർ 23 ആ ബുധൻ 2 രാശി മാറുന്നു. സൂര്യൻ നവംബർ 16 2 നിന്ന് 3 മാറുന്നു. ചൊവ്വ 3-ാം ഭാവാധിപനായിട്ട് 3 തന്നെ ഉണ്ട്. ഗുരു 11 ഉച്ചസ്ഥിതനാണ്. 11 മുതൽ ആ ഗുരു വക്രസ്ഥിതിയിൽ വരുന്നു. ശുക്രൻ 2 ബലവാനാണ്. 26 ആ ശുക്രൻ 3 രാശി മാറുന്നു. ശനി 7 വക്രത്തിൽ സഞ്ചരിക്കുന്നു. 28 ആ ശനി വക്രഗതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. രാഹു 6, കേതു 12 സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ പൊതുവെ നമ്മൾ നവംബർ മാസത്തെ ഗ്രഹസ്ഥിതി എടുക്കുമ്പോൾ ഗുരു, ബുധൻ, അതുപോലെ ശനി, ഈ 3 ഗ്രഹങ്ങളും വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശനി 27 വരെ വക്രത്തിലാണ്. ഗുരു 11 മുതൽ വക്രത്തിലാണ്. ബുധൻ 10 മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ അതേസമയം ശുക്രൻ മൂലത്രികോണ രാശിയിൽ 2 ബലവാനാണ്. ഗുരു ഉച്ചസ്ഥിതനാണ്. അതുപോലെ ചൊവ്വയും 3 ബലവാനാണ്. അപ്പോൾ പൊതുവെ ഇതാണ് ഈ നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതികളുടെ പ്രത്യേകത. നമുക്ക് ഇത് വെച്ച്, ഈ ഗ്രഹസ്ഥിതി വെച്ച് ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ കന്നിക്കൂറുകാരുടെയും കന്നിലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധൻ 3 6 രാഹു ഉണ്ട്. അതുപോലെ 8-ാം ഭാവാധിപനും കൂടെയാണ് ആ ചൊവ്വ 3 നിൽക്കുന്നത്. 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി 2, പിന്നെ അത് 3 രാശി മാറുന്നുണ്ട്. അപ്പോൾ ആരോഗ്യസ്ഥിതി പൊതുവെ ഫേവറബിളാകും. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നില്ല. എങ്കിലും ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധൻ 10 മുതൽ 3-ാം ഭാവരാശിയിൽ വക്രത്തിൽ വരുമ്പോൾ അല്പം ഒരു ധൈര്യക്കുറവൊക്കെ അനുഭവപ്പെടാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഉന്മേഷക്കുറവ്, ഓജസ്സില്ലായ്മയൊക്കെ അവസാനത്തെ പകുതി വേണമെങ്കിൽ ഈ കൂറുകാർക്ക് വരാം. അതുപോലെ തന്നെ നമുക്ക് ഈ കാഴ്ച സംബന്ധമായിട്ട് അല്ലെങ്കിൽ കേൾവി സംബന്ധമായിട്ടോ എന്തെങ്കിലും പ്രയാസങ്ങൾ ചിലപ്പോൾ ഈ കൂറുകാർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 12-ാം ഭാവാധിപൻ 2-ലും 3-ലും സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ കാഴ്ച സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കേൾവി സംബന്ധമായിട്ടോ ചെറിയ ഇഷ്യൂസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ അവരുടെ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. അതുപോലെ തന്നെ ഈ യാത്രകളിൽ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് ജന്മരാശ്യാധിപൻ 3-ാം ഭാവരാശിയിൽ വക്രത്തിൽ വരുമ്പോൾ യാത്രകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അനുഭവപ്പെടാം. അതുപോലെ സഹോദരങ്ങൾക്ക് ആരോഗ്യ പ്രശ്നവും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഇനി തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ ബുധനാണ്. ജന്മരാശ്യാധിപൻ തന്നെയാണ് 10-ാം ഭാവാധിപൻ. അപ്പോൾ ആ ബുധൻ 3 അപ്പോൾ കർമ്മഭാവാധിപൻ 3 വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലിലൊക്കെ ആക്റ്റീവാകും. എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റെടുത്ത വർക്കൊക്കെ ചെയ്തു തീർക്കുന്നതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കും. തൊഴിലൊക്കെ ഫോക്കസ് കൂടും. പൊതുവെ തൊഴിലിൽ നമുക്ക് പ്രാക്ടിക്കൽ സ്കില്ലൊക്കെ കൂടുന്ന സമയമാണ്. അതുപോലെ തന്നെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ബുധനോടൊപ്പം ഉണ്ട്. അവസാനത്തെ പകുതി ഈ 10-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രത്തിലൊക്കെ വരുന്ന സമയമൊക്കെ ആയതുകൊണ്ട്
അഷ്ടമഭാവാധിപത്യം കൂടെ ചൊവ്വയ്ക്ക് ഉള്ളത് കൊണ്ട് ആ ചൊവ്വയും ബുധനുമായിട്ടുള്ള ആ ബന്ധം അത് തൊഴിലിൽ സഡൻ ചേഞ്ചിന് അത് വഴിതെളിക്കാം. ഇപ്പോൾ ചിലപ്പോൾ ആ തൊഴിലിടത്ത് എന്തെങ്കിലും ചതി, വഞ്ചന, കാരണം കർമ്മഭാവാധിപൻ വക്രത്തിൽ വരികയാണ്. അഷ്ടമഭാവാധിപനുമായിട്ട് ആ കർമ്മഭാവാധിപന് ബന്ധമുണ്ട്. അപ്പോൾ ചതിയോ വഞ്ചനയോ ഒക്കെ തൊഴിലിടത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒരു ജാഗ്രത വേണം. അതുപോലെ അവസാനത്തെ പകുതിയൊക്കെ നമ്മൾ ഈ തൊഴിലിടത്തൊക്കെ കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കണം, തൊഴിലിലും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ അവർ യാത്രകളിലൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിലും ഫ്രണ്ട്ഷിപ്പിലുമൊക്കെ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയം ആണ്. തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിന് ശ്രമിക്കാവുന്ന സമയമാണ്. ഗുരുദൃഷ്ടിയൊക്കെ 3-ലുണ്ട്. അവസാനത്തെ പകുതി ആ സൂര്യനും 3-ൽ വരുന്നുണ്ട്. അപ്പോൾ സ്ഥാപനത്തിലേക്ക് മേലുദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ സൗഹൃദത്തിനോ അവരുടെയൊക്കെ ഒരു സഹായമൊക്കെ തൊഴിലിടത്ത് കിട്ടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ തൊഴിലിടത്ത് നിർവഹിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ അന്വേഷകർക്ക് ഇപ്പോൾ ടെസ്റ്റിൽ, ഇൻ്റർവ്യൂകളിലൊക്കെ അവർക്ക് നല്ല പ്രകടനമൊക്കെ കാഴ്ചവെക്കാൻ കഴിയും. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ഉന്നത പഠനവും അതുപോലെ പഠനാനന്തരം വിദേശത്തൊക്കെ തൊഴിൽ ലഭിക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നു. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവാധിപൻ ഗുരുവാണ്. ആ ഗുരു നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്, ഉച്ചസ്ഥിതിയിലാണ്. അപ്പോൾ 7 നിൽക്കുന്ന ശനി വക്രത്തിലാണെങ്കിലും ആ 7 നിൽക്കുന്ന ശനിയെ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ 3-ലാണ്. അപ്പോൾ ആദ്യ പകുതിയൊക്കെ ബിസിനസ് പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമാകും, നല്ല പുരോഗതി ഉണ്ടാകും, വരുമാനം ലാഭം ഇവയൊക്കെ വർദ്ധിക്കുന്നു, പൊതുവെ സ്മൂത്തായിരിക്കും. ബിസിനസ് വിപുലീകരണത്തിനും അനുകൂല സമയമാണ്. 7-ലെ ശനി സ്ഥിതി ഉള്ളതിനാൽ നമ്മൾ ശനി ആ 7 വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പങ്കാളികളാകുന്നവർ അല്പം കെയർ വേണം. മാത്രമല്ല 7-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 11 മുതൽ വക്രസ്ഥിതി വരുന്നു, ബുധനും വക്രസ്ഥിതി വരുന്നു, ബിസിനസ് കാരകൻ. അപ്പോൾ നമ്മൾ ബിസിനസ് സംബന്ധമായിട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് ഗുരു വക്രത്തിൽ വരുന്നു, ബുധൻ വക്രത്തിൽ വരുന്നു, ശനി 28-ന് നേർസഞ്ചാരത്തിൽ വരുന്നു. അപ്പോൾ അതുവരെ ആ ശനിയും വക്രത്തിലാണ്. അപ്പോൾ നമ്മൾ ബിസിനസ് ഡിസിഷനിൽ നമ്മൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരു എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഒരു പുനർവിചിന്തനം ആവശ്യമായിട്ടുള്ള സമയമാണ് എന്നും കൂടെ അറിയുക. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മൂലത്രികോണ രാശിയിൽ ബലവാനാണ്. ഇപ്പോൾ 5-ാം ഭാവാധിപനായിട്ടുള്ള ശനി 7-ലാണ്. ശനിയെ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 3-ൽ ഉണ്ട്. ഗുരു ജ്ഞാനകാരകനാണ്, നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. ഇപ്പോൾ 3-ലും 5-ലും ഗുരു ദൃഷ്ടിയുണ്ട്. ഇപ്പോൾ ആദ്യ പകുതിയൊക്കെ പഠനം നല്ല നിലയിൽ മുന്നോട്ട് പോകും. സീനിയർ അധ്യാപകരുടെയൊക്കെ ഗൈഡൻസ് വളരെ ഗുണം ചെയ്യും. ഗ്രൂപ്പായിട്ടൊക്കെ പഠനം നടത്തുന്നവർക്ക് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഉന്നത പഠനം, ഗവേഷണം ഇവയിലൊക്കെ മികവ് പുലർത്തും. അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ജ്ഞാനകാരകൻ ഗുരു വക്രത്തിലാകുന്നു, വിദ്യാകാരകൻ ബുധൻ വക്രത്തിലാകുന്നു. അത് ആ ബുധൻ ജന്മ രാശ്യാധിപനും കൂടിയാണ്. അപ്പോൾ ആ ബുധൻ വക്രത്തിൽ വരുന്നു, വിദ്യാകാരകൻ വക്രത്തിൽ വരുന്നു, ജ്ഞാനകാരകൻ വക്രത്തിൽ വരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഉന്നത പഠനമൊക്കെ നമ്മൾ ആ സമയത്തൊക്കെ വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പഠനത്തിലൊക്കെ ഒരു കെയർ വേണം. കാരണം ഗുരു വക്രത്തിലാകുന്നു, ബുധനും വക്രത്തിലാകുന്നു. അപ്പോൾ പഠനത്തിൽ ഒരു ആലസ്യം അവിടെ അവസാനത്തെ പകുതി വരാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധ കൊടുത്ത് പോവുക. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്, ഉച്ചസ്ഥിതനാണ്. ധനഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ആ ശുക്രൻ ഭാഗ്യഭാവാധിപനും കൂടിയാണ്. 2-ൽ മൂലത്രികോണ രാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. നവംബർ 2 മുതൽ ആ ശുക്രൻ മൂലത്രികോണ രാശിയിൽ ധനസ്ഥാനത്ത് വരികയാണ്. അപ്പോൾ പൊതുവേ ധനാഗമം കൂടുന്ന സമയം, സാമ്പത്തികമായിട്ട് നേട്ടങ്ങളുണ്ടാകും.
2 ശുക്രൻ സമ്പാദ്യമൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാണ്. വിദേശ ബന്ധം വഴിയും ധനാഗമം ഉണ്ടാകാവുന്ന സ്ഥിതി കാണുന്നുണ്ട്. പൊതുവെ ധനഭാഗ്യത്തിന് സാധ്യതയുള്ള സമയമാണ്. അതേസമയം 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 2-ൽ നിൽക്കുകയാണ് നവംബർ 15 വരെ ആദ്യ പകുതി. അപ്പോൾ അതുപോലെ 11 മുതൽ ധനകാരകനായിട്ടുള്ള ഗുരു വക്രത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മണി ട്രാൻസാക്ഷനിൽ ഒരു കെയർ വേണം. അതുപോലെ ധനം നഷ്ടപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. പൊതുവെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ധനവയം കൂടുന്നതിന് സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ധനവിനിയോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ വിവാഹം, 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 11-ൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഉച്ചസ്ഥിതനായിട്ട് വരുന്നു. അപ്പോൾ 7-ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ഇപ്പോൾ ശനി 7-ലുണ്ടെങ്കിലും വക്രസ്ഥിതിയിലാണ്. അപ്പം വിവാഹം ആലോചിക്കുന്നവർക്ക് ആദ്യ പകുതി അനുകൂലമാണ്. ആലോചനയിൽ വന്ന തടസ്സങ്ങളൊക്കെ മാറും. വിവാഹ സംബന്ധമായിട്ടുള്ള ചർച്ചകളുണ്ടാകും. അപ്പോൾ 7-ലെ ശനി ഉണ്ടെങ്കിലും വക്രസ്ഥിതിയിലാണ്, അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും ഉണ്ട് എന്നുള്ളതിനാൽ ആലോചനകളിൽ വന്ന തടസ്സങ്ങളൊക്കെ മാറും. ഇപ്പോൾ അതുപോലെ തന്നെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഗുരു വക്രസ്ഥിതിയിലാകുന്നത് കൊണ്ട് ആലോചന സ്മൂത്ത് ആകണമെന്നില്ല. ആദ്യ പകുതി അനുകൂലമാണെങ്കിലും അവസാനത്തെ പകുതി അത്രത്തോളം അനുകൂലമായിട്ട് ആലോചനകളിൽ കാണുന്നില്ല. ഇനി പ്രണയബന്ധത്തിൽ നമ്മൾ വരുമ്പോൾ 5ാം ഭാവാധിപനായിട്ടുള്ള ശനി 7-ലാണ്. പക്ഷേ 5ാം ഭാവാധിപൻ വക്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രണയബന്ധത്തിലൊരു കൺഫ്യൂഷൻ, ഒരു മെല്ലപ്പോക്ക് ഉണ്ടാകാം. 5-ലും 7-ലും ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് പ്രണയബന്ധത്തിലെ ആ തെറ്റിദ്ധാരണകൾ, മെല്ലപ്പോക്കൊക്കെ മാറുന്നതിന് അത് സഹായകമാണ്. ഇപ്പോൾ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത് ഈ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് മാറും. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ചിലർക്ക്, കാരണം 5ാം ഭാവാധിപൻ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരികയാണ്. അപ്പോൾ അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഈ പ്രണയബന്ധം വിവാഹത്തിൽ എത്തപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 5ാം ഭാവാധിപനായ ശനി പ്രത്യേകിച്ച് ആദ്യ പകുതിയൊക്കെ വക്രത്തിലാണ്. അപ്പം വിവാഹത്തിലേക്ക് പോകണ്ടേ എന്നൊക്കെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. അവസാനത്തെ പകുതി 5ാം ഭാവാധിപൻ സ്മൂത്തായിട്ട് നേർസഞ്ചാരത്തിൽ വരുമ്പോൾ ആ കൺഫ്യൂഷനൊക്കെ മാറി ചിലപ്പോൾ പ്രണയബന്ധം വിവാഹത്തിൽ എത്തപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി മാരിറ്റൽ റിലേഷൻഷിപ്പ്, അതിൽ പൊതുവേ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ആ 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ 7-ലെ ദൃഷ്ടിക്ക് കഴിയും. ശനി വക്രത്തിലാണെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി 7-ലുണ്ട്. 7ാം ഭാവാധിപനാണ്, അതും ഉച്ചസ്ഥിതനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ ധനനേട്ടമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ ദാമ്പത്യബന്ധം ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും, സന്തോഷകരമാകും. ജീവിത പങ്കാളി വഴിയൊക്കെ പല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയവും കൂടെയാണ്. ഇനി കുടുംബജീവിതം വരുമ്പോൾ അതും സന്തോഷകരമാകും. കാരണം 2ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 2-ൽ തന്നെ ബലവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 4ാം ഭാവാധിപനായിട്ടുള്ള ഗുരു നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ആദ്യ പകുതി 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 2-ലുണ്ട് എങ്കിലും ആ സൂര്യൻ നീചസ്ഥിതനായതുകൊണ്ട് വലിയ ദോഷം ചെയ്യില്ല. അത് ഇപ്പോൾ ചിലപ്പോൾ ഈ 12ാം ഭാവാധിപൻ 2-ൽ വരുമ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ ചെലവ് കൂടുന്നതിനൊക്കെ അത് വഴിതെളിക്കാം. ഇപ്പോൾ 2ാം ഭാവാധിപൻ 2-ൽ തന്നെ ബലവാനായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കോ ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ 4ാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രസ്ഥിതിയിൽ വരുന്നു. 4-ൽ ശനിയുടെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കുടുംബ വിഷയത്തിൽ, കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് ചിലപ്പോൾ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾക്കൊക്കെ അത് വഴിതെളിക്കാം. അവിടെ മാത്രം ഒരു കെയർ വേണം. നവംബർ 1, 2, 5, 6, 13, 14, 28, 29 ഈ തീയതികൾ പ്രത്യേകിച്ച് കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം.
അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും ഒഴിവാക്കണം. അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കുന്നതും ഒഴിവാക്കണം. ഞാനിവിടെ പറഞ്ഞത് കന്നിക്കൂറുകാരുടെയും കന്നിലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ്. പക്ഷേ ഈ പൊതുഫലത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. അതൊക്കെ ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, അതുപോലെ ഛിദ്രം. അപ്പോൾ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമോ ആണ് ഇപ്പം നടക്കുന്നതെങ്കിൽ ഈ പൊതുഫലത്തിൽ പറഞ്ഞതിനേക്കാളും ഗുണാനുഭവം കൂടും. മറിച്ചായാൽ ഈ പൊതുഫലത്തിൽ പറയുന്ന ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട്. ഇത് നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അപ്പം ഇവിടെ ഞാൻ കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. ഇപ്പം നമുക്കൊരു സംശയം വരാം, കന്നിക്കൂറിലുള്ളവരെല്ലാം കന്നി ലഗ്നക്കാരാണോ? ഇപ്പം കന്നിക്കൂറിൽ പെടുന്നവർ ചിലർ കന്നി ലഗ്നമാകാം, മറ്റുള്ളവർ മറ്റ് രാശികളിൽ ഏത് വേണമെങ്കിലും ലഗ്നരാശിയായിട്ട് വരാം. ഇപ്പം കൂറും ലഗ്നവും ഒന്നായിട്ട് കന്നിയായിട്ട് വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. അതേസമയം കന്നിക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക്, ഞാൻ ഈ കുറിൽ പറഞ്ഞ നക്ഷത്രക്കാർക്ക് കന്നി ലഗ്നമല്ലാതെ മറ്റ് ലഗ്നരാശിയാണ് വരുന്നതെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് നവംബർ മാസത്തെ പൊതുഫലത്തിൻ്റെ കൃത്യചിത്രം കിട്ടൂ. മാത്രമല്ല, ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത്, കൂടുതൽ സൂക്ഷ്മത എന്ന് പറയുന്നത് ലഗ്നഫലത്തിലാണ്. അതുകൊണ്ട് ലഗ്നരാശി ഏതാണെന്ന് നോക്കുക. അപ്പോൾ നമുക്കിപ്പോൾ കൂറിൻ്റെ ഫലത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ പരിഹരിക്കുന്നതിന് ഇഷ്ടസ്ഥാനത്ത് ലഗ്നരാശി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കഴിയും. അതുകൊണ്ടാണ് ലഗ്നഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കണമെന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.